കൊല്ലത്തെ പുനലൂർ KSRTC ഡിപ്പോയിൽ ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല എന്നൊരു പരാതി കൂടി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ദിവസം വരികയാണ്. സർവീസ് ഉപേക്ഷിച്ച് ജീവനക്കാർ വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ പോയി എന്ന പരാതി ഉയരുന്നു. യാത്രക്കാർ KSRTC ബസ് സ്റ്റാൻഡിൽ പ്രതിഷേധിക്കുന്നു. 1:20 പോകേണ്ട ബസ്സാണ്. കണ്ടക്ടർ അരമണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞു. ബസ് പക്ഷേ 1:10 പിടിച്ചു. ഇതുവരെ പോയിട്ടില്ല. റിസർവേഷൻ ആൾക്കാർ ഏകദേശം 30 പേരോളം ഉണ്ട്. കണ്ടക്ടർ വന്നില്ലെന്നാ പറയുന്നത്. കണ്ടക്ടർ അരമണിക്കൂർ എടുക്കും ഇതിന് വരാൻ. രാവിലെ വോട്ടിടാൻ ഇറങ്ങിയതാ സാറേ. അടൂരിന്ന് വരുവാ, ഒരൊറ്റ ബസ്സില്ല. ക്യാൻസർ പിടിച്ച് നിൽക്കുന്ന രോഗിയാ ഞാൻ. ഈ വണ്ടി ഒന്ന് വിട്ടു തന്നുകൂടാ ഞങ്ങൾക്ക് പോകാൻ? എത്ര ജനങ്ങൾ ഇവിടെ കിടന്ന് വലയുന്നു ഈ വെയിലത്ത് കിടന്ന്. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് പാനക്കോട്ടാണ് നിൽക്കുന്നത്. ബസ് ചോദിച്ചാൽ അവരാരും കറക്റ്റായിട്ടുള്ള കാര്യം പറയത്തില്ല. ബസ് വരണം, പിന്നെ ഉള്ളവർ വോട്ട് ചെയ്യാൻ അവർക്ക് സമയം കൊടുത്തിട്ടുണ്ട്. അവർ പോയി വോട്ട് ചെയ്തിട്ട് വന്നിട്ടേ പിന്നെ വിടത്തോളൂ എന്നൊക്കെ അവർ വന്നത്. കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ആരും ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ പറയുന്നില്ല. കണ്ണൻ നായർ വിവരങ്ങളുമായി. കണ്ണനൊരു കാക്കൽക്കാൽ തണൽ പോരുമില്ല എന്നൊക്കെ നമ്മൾ പറയാൻ കഴിയുന്ന ഒരു ബസ് സ്റ്റാൻഡാണ് പുനലൂർ ബസ് സ്റ്റാൻഡ്. മാത്രമല്ല സംസ്ഥാനത്തെ ഏറ്റവും വലിയ ചൂട് താപനില രേഖപ്പെടുന്ന നമ്മുടെ ചെറുപട്ടണങ്ങൾ ഒന്നുകൂടിയാണ് ഈ പുനലൂർ. ആ ചൂടത്ത് വെയിൽ കൊണ്ട് നിൽക്കേണ്ടി വരുന്ന സ്ഥിതി അത് ഊഹിക്കാൻ കഴിയുന്ന രോഗികൾ ഉൾപ്പെടെയുള്ളവർക്ക് അത്രമേൽ ആശങ്കപ്പെടുന്നതാണ് അവിടുത്തെ സാഹചര്യം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്രമീകരണമില്ലാതെ ആളുകൾ വോട്ടെടുപ്പിന് പോയത്? വോട്ട് ചെയ്യുക എന്നുള്ളത് എല്ലാവരുടെ അവകാശമാണ്. പക്ഷേ ക്രമീകരണത്തിൽ ഇവിടെ പാളി. രതീഷ്, രണ്ട് കാര്യങ്ങളാണ് ഇത് സംഭവിച്ചത്. അതായത് കുറേയേറെ ജീവനക്കാർ വോട്ടെടുപ്പായതുകൊണ്ട് തന്നെ അവർ അവധിയെടുത്ത് വീട്ടുകളിൽ ഇരുന്നു, ഇന്ന് ജോലിക്ക് വരുന്നില്ല എന്നുള്ള തീരുമാനമെടുത്തു. രണ്ടാമത് കുറേയേറെ ജീവനക്കാരെത്തി, പക്ഷേ അവർക്കൊക്കെ 2 മണിക്കൂർ വോട്ട് ചെയ്യാനുള്ള അവസരം നൽകിയിരുന്നു. പക്ഷേ ഈ വാഹനം ഈ സർവീസ് നടത്തുന്ന ഒരു ക്രമീകരണം കൂടി ഏർപ്പെടുത്തിയിട്ട് വേണമായിരുന്നു ഈ ആൾക്കാർക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം നൽകുന്നത്. ഒന്നുകിൽ കുറച്ച് ആൾക്കാർക്ക് രാവിലെ വോട്ട് ചെയ്ത് ശേഷം വരാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താമായിരുന്നു. ഈ സർവീസിന് ഇടയ്ക്ക് പോയി വോട്ട് ചെയ്തതാണ് ഒരു പ്രശ്നം ഉണ്ടാക്കിയതെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. രതീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ, ഒട്ടേറെ ആൾക്കാർ എത്തുന്ന ഒരു പ്രദേശമാണ് ഈ പുനലൂർ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാരെ ആശ്രയിക്കുന്നത് KSRTC ബസ്സിനെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് കയറി നിൽക്കാൻ പോലും, വെയിൽ കൊള്ളാതെ കയറി നിൽക്കാൻ പോലും ഇടമില്ലാത്ത ഒരു ബസ് സ്റ്റാൻഡ് കൂടിയാണത്. അവിടെയുള്ള ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്ന സമയത്ത് ഒരു ആൽമരം മാത്രമാണ് ഒരു തണലായി ഉള്ളത്. ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം തുറസായി കിടക്കുകയാണ്. അവിടങ്ങളിലൊക്കെയാണ് ഈ യാത്രക്കാരെ നിന്ന് ബുദ്ധിമുട്ടിയത്. ATയോട് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം സമ്മതിച്ചു, KSRTC ബസ് സ്റ്റാൻഡിലെ ജീവനക്കാർ, KSRTC ജീവനക്കാർ വോട്ട് കുത്താൻ പോയതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സർവീസ് മുടങ്ങിയതെന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്യുന്നു. അത് സർക്കാരിൻ്റെ ഓർഡറാണ്. 2 മണിക്കൂർ ക്രമീകരണം അവർക്ക് നൽകണമെന്നുള്ള നിർദ്ദേശം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ ആ സംവിധാനങ്ങളെല്ലാം വേണം, അവർക്ക് വോട്ടിടാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള യാത്രക്കാരെ വലയ്ക്കുന്ന രീതിയിലേക്കുള്ള ക്രമീകരണം ആണ് അവിടെ നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ജനങ്ങൾ ബുദ്ധിമുട്ടിലാവുകയും പ്രതിസന്ധിയിലാവുകയും ചെയ്തത്.